നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിൽ വൈശാഖമാസ ആചരണം ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ലണ്ടനിലൊരുക്കി. ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ലണ്ടനിൽ ഒരു ഗുരുവായൂർ ക്ഷേത്രം എന്ന സ്വപ്നത്തിനായി വൈശാഖമാസ ആചരണം സംഘടിപ്പിച്ചു. വെസ്റ്റ് ലോണ്ടൻ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ മെയ് 25 വൈകിട്ട് 6 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഭജന, പ്രഭാഷണം, ദീപാരാധന, അന്നദാനം എന്നിവ പരിപാടിയിൽ ഉൾപ്പെട്ടു. ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തെന്ന് സംഘാടകർ അറിയിച്ചു. സ്കിൽഡ് വർക്കർ വിസക്കാർക്ക് 5 വർഷത്തെ ILR റൂട്ട് നിലനിർത്തണമെന്ന് പെറ്റീഷൻ. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് 5 വർഷത്തെ ഇൻഡെഫിനിറ്റ് ലിവ് ടു റിമെയിൻ പാത നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് UK പാർലമെൻറ്റ് ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. നിലവിലുള്ള വിസക്കാർക്ക് ILRന് അർഹത നേടുന്നതിനുള്ള കാലാവധി മാറ്റങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഈ പെറ്റീഷൻ നിലവിലുള്ള പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. ILR നേടുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കുന്നത് ജോലിക്കാർക്ക് UKയിൽ സ്ഥിരതാമസം ഉറപ്പാക്കുന്നതിന് തടസ്സമാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പെറ്റീഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ ലിങ്ക് വഴി സമർപ്പിക്കാവുന്നതാണ്. നൈജൽ ഫരാജിൻ്റെ ബെനിഫിറ്റ് പദ്ധതി. റിഫോം UK നേതാവ് നൈജൽ ഫരാജ് എല്ലാ പെൻഷൻകാർക്കും വിൻ്റർ ഫ്യൂവൽ പേയ്മെൻറ്റ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കുമെന്നും 2 കുട്ടികളുടെ ബെനിഫിറ്റ് ക്യാപ്പ് നീക്കുമെന്നും പ്രഖ്യാപിച്ചു. അടുത്തയാഴ്ച നടക്കുന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ ഏറ്റവും രാജ്യസ്നേഹമില്ലാത്ത പ്രധാനമന്ത്രിയെന്ന് വിമർശിക്കുമെന്നാണ് റിപ്പോർട്ട്. തൊഴിലാളി വർഗത്തിൻ്റെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിനെതിരായ എതിർപ്പും ഫരാജ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. റിഫോം UK 29% വോട്ടുകളോടെ ഒന്നാമതെത്തിയ പോളുകളും പ്രാദേശിക തിരഞ്ഞെടുപ്പിലെ വിജയവും ഫരാജിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. 1994 ചിനൂക്ക് ഹെലികോപ്റ്റർ ദുരന്തം രേഖകൾ പുറത്തുവിടണമെന്ന ആവശ്യം. 1994 മലോഫ് കിൻഡേർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ 2094 വരെ രഹസ്യമായി സൂക്ഷിച്ച രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. RAF ചിനൂക്ക് ZD-576 ഹെലികോപ്റ്റർ അപകടത്തിൽ 25 ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും 4 ജീവനക്കാരും മരിച്ചിരുന്നു. പൈലറ്റുമാർക്കെതിരെ ആദ്യം ഉയർന്ന അശ്രദ്ധ ആരോപണം 17 വർഷത്തിനു ശേഷം സർക്കാർ തള്ളി. എന്നാൽ ഹെലികോപ്റ്ററിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കുടുംബങ്ങൾ ഒരു പൊതു അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും പ്രതിരോധ മന്ത്രാലയം ഇത് നിരസിച്ചു. രേഖകൾ 2094 വരെ മുദ്രവെച്ചതിൽ കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നു. എന്തിനാണ് ഈ രഹസ്യാത്മകത എന്ന് മരിച്ച ലഫ്റ്റനന്റ് കേണൽ ജോൺ ടോബിയാസിൻ്റെ മകൻ ആൻഡി ചോദിക്കുന്നു. 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് വ്യക്തത നൽകാതെ മന്ത്രി ഏഞ്ചല റെയ്നർ. ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് നീക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകിയില്ല. 2017 ശേഷം 3ാമത്തെ കുട്ടിക്ക് ബെനിഫിറ്റ് നിഷേധിക്കുന്ന ഈ നയം 3.5 ബില്യൺ പൗണ്ട് ചെലവിൽ നീക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചൈൽഡ് പോവർട്ടി ടാസ്ക് ഫോഴ്സ് ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ റെയ്നർ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. വിൻ്റർ ഫ്യൂവൽ പേയ്മെൻറ്റ് പരിമിതപ്പെടുത്തിയതിനെതിരെ സ്റ്റാർമർ ഒരു U-ടേൺ പ്രഖ്യാപിച്ചിരുന്നു. റിഫോം UK നേതാവ് നൈജൽ ഫരാജ് ഈ നയങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ റെയ്നർ ഫരാജിൻ്റെ പ്രസ്താവനകളെ നുണകളെന്ന് വിമർശിച്ചു. ലണ്ടനിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബം മരിച്ചു. ലണ്ടനിലെ ബ്രൈറ്റണിൽ വീടിന് തീപിടിച്ച് 43 വയസ്സുള്ള ഒരു അമ്മയും 15, 8, 4 വയസ്സുള്ള 3 കുട്ടികളും മരിച്ചു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. സംഭവത്തിൽ 41 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺബ്രിഡ്ജിലെ 2 വീടുകൾ തീയിൽ നശിച്ചു. പാകിസ്ഥാൻ വംശജരായ ഈ കുടുംബം വർഷങ്ങളായി ഇവിടെ താമസിച്ചിരുന്നു. അഗ്നിശമന സേനയും പോലീസും സംയുക്തമായി അന്വേഷണം നടത്തുന്നു. 60 അഗ്നിശമന സേനാംഗങ്ങൾ 3:25 തീ നിയന്ത്രണ വിധേയമാക്കി. മേയർ സാദിഖ് ഖാൻ ദുഃഖം രേഖപ്പെടുത്തി. ഇത് ഞെട്ടിക്കുന്ന വാർത്തയാണെന്നും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ തങ്ങൾ ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ്ഗോ ആശുപത്രിയിൽ ക്രോസ്ബോ ആക്രമണം. ഗ്ലാസ്ഗോയിലെ ക്വീൻ എലിസബത്ത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ക്രോസ്ബോയുമായി ഒരാൾ പ്രവേശിച്ച സംഭവത്തിൽ 29 വയസ്സുള്ള ഒരാൾക്കെതിരെ കേസെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 6:30 സംഭവം. ആയുധം ഉപയോഗിച്ചിട്ടില്ല. ആർക്കും പരിക്കേറ്റിട്ടുമില്ല. സ്പെഷ്യൽ ഫയർ ആംസ് ഓഫീസർമാർ സ്ഥലത്തെത്തി. ആശുപത്രിയുടെ ഏട്രിയം ആശുപത്രിയിലേക്കുള്ള രോഗികളുടെ എൻട്രി താൽക്കാലികമായി അടച്ചു. ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ ആശുപത്രി സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല.
പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇത്തരം സംഭവങ്ങൾ അസ്വീകാര്യമാണെന്ന് പോലീസ് വക്താവ് പറഞ്ഞു. സറയിലെ കെയർ ഹോമിൽ സുരക്ഷാ പ്രശ്നങ്ങൾ. സറയിലെ കാംബർലിയിലെ കിങ്സ് ലോഡ്ജ് കെയർ ഹോമിൽ നിരീക്ഷിക്കപ്പെടാത്ത വീഴ്ചകളും മരുന്ന് മാനേജ്മെന്റിലെ പിഴവുകളും കെയർ ക്വാളിറ്റി കമ്മീഷൻ കണ്ടെത്തി. CQC റിപ്പോർട്ട് അനുസരിച്ച് മരുന്ന് സംബന്ധിച്ച് നിയമലംഘനം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഫാക്ച്വൽ പിഴവുകൾ പരിശോധിക്കുന്നതിനായി റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. 2021 റിപ്പോർട്ട് പ്രകാരം കെയർ ഹോം ഗുഡ് റേറ്റിംഗ് നിലനിർത്തുന്നു. ഓര കെയർ ലിവിംഗ് ലിമിറ്റഡ് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി അവകാശപ്പെടുന്നു. തങ്ങളുടെ റെസിഡന്റുകൾക്ക് ഉയർന്ന നിലവാരമുള്ള പരിചരണം ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അവർ പറഞ്ഞു. പുതുക്കിയ റിപ്പോർട്ട് CQC ഉടൻ പ്രസിദ്ധീകരിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.